അപ്പം ഇന്ന് റേഷൻ കടി പോകണ്ടേനി. അപ്പോൾ റേഷൻ കടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങും നല്ല മൈൻ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കൂടുതൽ സാധനമൊക്കെ വാങ്ങാണ്ട്. അപ്പം ഞാൻ വണ്ടി എടുത്തപ്പോൾ സന്മം പറയണത് നിങ്ങൾ കേൾക്കണം. ഇത്രയും കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താണെങ്കിലും കാർ എടുക്കണില്ല. ഞാൻ ആദ്യം തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പോകണ്ടേന് ഡൗട്ട് അടിച്ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. സനുമോനും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മതി എങ്ങനെയെങ്കിലും സ്കൂട്ടിക്ക് പോകാം. സ്കൂട്ടി കിട്ടാൻ നമുക്ക് ടാസ്ക് കേട്ടോ. സ്കൂട്ടിന്ന് തന്നെ ഇവിടെ നിർത്തിയിട്ടില്ല. ഇവിടെ നമ്മൾ റോഡ് കൂടെ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പാടത്തിൻ്റെ അക്കരെ നിർത്തിക്കണത്. അപ്പോൾ പൊന്നു പറഞ്ഞ സ്കൂട്ടിയും പോലെ കാറും പോലെ മനുഷ്യൻ നടന്നിട്ട് പോലെ അക്കോലത്തിലേക്കണം. അപ്പം എൻ്റെ അടുത്ത് കോട്ട ഉണ്ട്, അതിൻ്റെ കോട്ടിലേന്. അപ്പോൾ ഞാൻ തറവാട്ടിക്ക് വന്നിട്ടുണ്ട്. നമുക്ക് കോട്ട് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഡ്രസ്സ് അടി ചെന്ന അവസ്ഥയായിട്ട് അപ്പോൾ എനിക്ക് ഞാൻ ഏത് കോട്ട് എടുക്കണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ എങ്ങനെ നിൽക്കും. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ പച്ച കോട്ട് എടുത്തിട്ട് അപ്പോൾ അടുത്തന്നെ ഒരു അൽമാറ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ നോക്കി നോക്കണം ഞാൻ കേട്ടോ. അപ്പോൾ എനിക്ക് കോട്ടിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത അതിൻ്റെ ക്യാപ്പ് കേട്ടോ, കാരണം അതിങ്ങനെ മുന്നിലേക്ക് വരും. അങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാടത്ത് കൂടെയായിട്ട് നമ്മൾ പോകുന്നത്. മറ്റേത് വണ്ടി വരുന്ന വഴിയല്ല ഇട്ടത്, ഇത് പാടത്ത് എത്തുന്ന വഴിയാണ്. ഈ കൂടെ പോകുമ്പോൾ നമുക്ക് റേഷൻ കടിക്കൊക്കെ പെട്ടെന്ന് എത്തും. പക്ഷേങ്കിൽ വണ്ടിക്ക് പോകാൻ പറ്റില്ല, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നടന്നേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വഴിക്കൂടെയാണ് ഈ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഞാനിങ്ങനെ നടന്ന് ഇവിടെ എത്തിക്കട്ടെ. പാടം കഴിഞ്ഞ് തോടും കഴിഞ്ഞ് നമ്മൾ എത്താനായിക്കണം കേട്ടോ. അങ്ങനെ വർക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഭാഗം പോവുകയാണെങ്കിലും കുറച്ച് റിസ്ക്കാണ്. മഴ ഇല്ലാത്ത കാലത്താകുമ്പോൾ നമുക്ക് അതിൽ കൂടെ വണ്ടിയിട്ട് വരാം. ഇതിൽ കൂടെ വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല, കാരണം വർക്കും അങ്ങനെയൊക്കെയാണ്, റോഡല്ലല്ലോ. അങ്ങനെ ഞാൻ ഈ വണ്ടീൻ്റെ അടുത്ത് എത്താനായിക്കും കേട്ടോ. ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഭയങ്കര കതിരുണ്ട്. അപ്പം ഞാൻ എൻ്റെ അമ്മാൻ്റെ ഡയലോഗ് ഓർക്കണം. അമ്മ പറയും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇതൊന്നും ആലോചിച്ചിട്ടില്ല, നിങ്ങൾക്ക് ഏതായാലും അന്ന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും കുട്ടികൾ സ്കൂൾ മദ്രസും പോകുന്ന ബുദ്ധിമുട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും എന്താ സ്കൂൾ മദ്രസൊക്കെ എടുത്തില്ല, റോഡ് സൗകര്യം എല്ലായിടത്ത് കല്യാണം കഴിച്ചാൽ മതി ഇങ്ങനെ വിചാരിക്കില്ല. അപ്പോൾ നമ്മൾ 2-3 ആളുണ്ട് ഒരു സ്കൂട്ടി കേട്ടോ. അപ്പോൾ ഇതും അഡ്ജസ്റ്റ് ചെയ്ത് 4 ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ ഇപ്പം നാത്തൂൻ്റെ മകന് പാണ്ടിക്കാട് ഹാപ്പിയിൽ ജോലിക്ക് നിന്നുകൊണ്ട് ഓന് 11 മണിയാകുമ്പോൾ എനിക്ക് ജോലിക്ക് പോകണം. അപ്പോൾ തന്നെ വണ്ടി കൊടുന്ന് കൊടുക്കണം. അതുകൊണ്ട് ഇപ്പോൾ നമുക്കാർക്കും വണ്ടി കിട്ടലില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ നേരത്തെ പോകാം, റേഷൻ കട 9 മണിയാകുമ്പോൾ തന്നെ തുറക്കുമല്ലോ. അപ്പോൾ ഓൻ്റെ കോട്ടാണ് അത് ഞാൻ ഈ മരത്തം വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ തന്നെ വരും. ഇവിടെ നിന്നൊന്നും ആരും അങ്ങനെ എടുത്തൊന്നും കൊണ്ടുപോകില്ല കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് റേഷൻ കട എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആകെ കിട്ടുക ഒരു 3-4 പച്ചരി കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് എടുത്ത് വരണം. എന്തായാലും ജീവിച്ചില്ലേ പറ്റൂ. പിന്നെ എല്ലാ സുഖം പഠിച്ചോ തരുമല്ലോ, എല്ലാ സുഖം പഠിത്തന്നെ പഠിച്ചോന്നെ പറക്കൂലേ. അങ്ങനെ ഞാൻ തക്കാളി, മഞ്ച്, പിന്നെ ഞാൻ മെയിനായിട്ട് കയറിയിന് ഈ പോക്കും വാങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ രാവിലെ ഒന്നും തിന്നിട്ടില്ല. ഞാൻ വിചാരിച്ച് ഈ പോക്കും തിന്നാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് രാവിലെ അതൊക്കെ തിന്നാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയും. അപ്പോൾ